വിശദമായി പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നടപടികളിൽ ഗവർണർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വനം വകുപ്പ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. PCCFനെ രാജ്ഭവൻ വിളിച്ചുവരുത്തി. വന്യജീവി ആക്രമണത്തിൽ PCCFന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും ഗവർണറുടെ വിമർശനം. Wild elephants coming into human territory, tigers coming and killing people, leopards coming in. So the man-animal conflict, as the experts call it. So have men encroached into forest land, or are the wild animals coming into the state? You would have a very clear view on how we should tackle this issue. I had called him and I was talking to him about the very same issue. Unfortunately, the PCCF had no vision for this but he had to, I told him there are certain things to be done. What he says, he was satisfied with whatever has been done. I said that is not enough, whatever has been done. Why we must understand why the wild animals are coming out of their inhabitation, why they are coming to the human people. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, അതീവ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജനം TVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഗവർണർ അതിനിശിതമായ വിമർശനം ഉന്നയിച്ചത്. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നടപടികളിൽ ഗവർണർ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. PCCFന് ഈ വിഷയം നേരിടാൻ ഒന്നും അറിയില്ല എന്ന് വരെ ഗവർണർ പറയുന്ന സാഹചര്യം. വിവരങ്ങൾ. നിലിമ, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ഒരു വിഷനില്ല, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ല എന്ന് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഗവർണർ ഈ വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ വലിയ സജീവമായതോടുകൂടിയാണ് ഗവർണർ CCFനെ വിളിച്ചു വരുത്തുന്നത്. PCCFനെ വിളിച്ചു വരുത്തിയ ശേഷം നിലവിൽ എടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. PCCF ആകട്ടെ ഇതുവരെ സ്വീകരിച്ച നടപടികളൊക്കെ വിശദീകരിച്ചു. അതിൽ തൃപ്തിയുണ്ടെന്നും PCCF അറിയിച്ചു എന്നാണ് ഗവർണർ പറയുന്നത്. പക്ഷേ ഗവർണർ നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിച്ച, വനം വകുപ്പ് സ്വീകരിച്ച നടപടികളിൽ കടുത്ത അസംതൃപ്തി തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് എന്തൊക്കെയാണ് ഈ മേഖലകളിൽ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങളും അദ്ദേഹം PCCFന് നൽകി എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ഒരു വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതും അതുവഴി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തി അതിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ വനം വകുപ്പ് പോയിരിക്കുന്നു എന്നുള്ളൊരു ഗുരുതരമായ പ്രശ്നം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നിലവിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം ഭാവിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ, പ്രത്യേകിച്ച് വന്യജീവികളുടെ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ പ്രജിത്ത് തുടരുക. മുതലേറ്റതിനു ശേഷം ആദ്യമായി ഇത്തരത്തിൽ രൂക്ഷ പ്രതികരണം ഉണ്ടാകുന്ന ആദ്യത്തെ വിഷയം ഒരുപക്ഷെ ഈ വന്യജീവി പ്രശ്നം തന്നെയായിരിക്കാം. കാരണം അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയത് മുതൽ കാണുകയാണ് കാട്ടാനയുടെ ആക്രമണം, ഇത്തരത്തിൽ കടുവ സ്ത്രീയെ കടിച്ചു തിന്നുന്ന വിഷയം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇടപെടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രമുഖ, ഏറ്റവും മുതിർന്ന ആളെന്ന നിലയിൽ, ഏറ്റവും മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ ഗവർണർ അതിനിശിതമായ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ്. തുടർ ഇടപെടലുകൾ അദ്ദേഹം നടത്തും എന്നതടക്കം പറഞ്ഞു വെക്കുകയല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഗവർണർ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം പലപ്പോഴും അവതരിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശത്തിലടക്കം കേരളത്തിന്റെ സമഗ്രമായ മുന്നോട്ട് പോക്കലിന് എല്ലാവരും ഒന്നെന്ന സന്ദേശമൊക്കെ നൽകിയിട്ടുള്ള ഒരു വളരെ ഭാഗാത്മകമായിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തിയതാണ്. അതിനുശേഷമാണ് സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് രൂക്ഷമാകുന്നതും പിന്നീട് ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന വിഷയങ്ങളും എല്ലാം സജീവമാകുന്നു. അപ്പോൾ വനം വകുപ്പിന്റെ വീഴ്ചകൾ ഓരോന്നായി തുറന്നു കാട്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ
നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വനം വകുപ്പിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും കൃത്യമായ ഒരു വിവരശേഖരണം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇതുവരെ ഈ വനത്തിന്റെ സംരക്ഷണത്തിനും വന്യജീവികളെയും മനുഷ്യരെയും അവരുടേതായ ബൗണ്ടറികളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികളൊന്നും വനം വകുപ്പ് ആവിഷ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളെ പറ്റി വനം വകുപ്പിന് കണക്കില്ല. ഫെൻസിംഗ് എത്രയിടത്ത് നടത്തി എന്നുള്ളതിൽ കൃത്യമായ വിവരമില്ല. നിലവിൽ ഫെൻസിംഗ് നടത്തിയ മേഖലകളിൽ അവയുടെ നിലവിലത്തെ സ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ വനം വകുപ്പിന് ധാരണയില്ല. എവിടെയൊക്കെ കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള തുകകളുടെ കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. അങ്ങനെ ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരശേഖരണം പോലും വനം വകുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഗവർണറുടെ വിമർശനവും അത് എത്രത്തോളം ശരിയാണെന്നുള്ളതും അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുകയാണെന്നുള്ളത് കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നത്. ശരി. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നടപടികളിൽ ഗവർണർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വനവകുപ്പ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനം ഗവർണർ ഉന്നയിക്കുന്നു. PCCFനെ രാജ്ഭവൻ വിളിച്ചുവരുത്തി. വന്യജീവി ആക്രമണത്തിൽ PCCFന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും ഗവർണറുടെ വിമർശനം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. I had called him and I was talking to him about the very same issue. Unfortunately, the PCCF had no vision for this but I told him there are certain things to be done. What he says, he was satisfied with whatever has been done. I said that is not enough, whatever has been done. Why we must understand why the wild animals are coming out of their inhabitation, why they are coming to the human people.